See friends, this is our next type of problem in bending stress. നോക്കൂ നിങ്ങൾ, a cantilever beam of length 2 meter fails when a load of 2 kilonewton is applied at the free end. If the section of the beam is 40 mm by 60 mm, find the stress at the failure. നോക്കൂ, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു കാൻഡിലിവർ ബീമാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, കാൻഡിലിവർ ബീം നമ്മളിങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുള്ള ഒരു സൈഡ് ഫിക്സ്ഡ് ആയിരിക്കും, ഒരു സൈഡ് ഫ്രീ ആയിരിക്കും. ഈ ഫ്രീ എൻഡിലാണ് ആര് ആക്ട് ചെയ്യുന്നത് പറയുന്നുണ്ട്? ഒരു ലോഡ് 2 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അത് കാരണം ഈ ബീം എന്ത് ചെയ്യുന്നു? ഫെയിൽ ആകുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഫെയിൽ ആകുന്ന സ്ഥലത്തുള്ള സ്ട്രെസ് എനിക്ക് വേണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ ക്രോസ് സെക്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാം. ഇതെന്ന് പറയുന്ന സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. ആക്ച്വലി നമ്മളെ ബെൻഡിങ് നമ്മുടെ കാൻഡിലിവർ ബീം എങ്ങനെ ഇരിക്കും? റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ അല്ലേ? ലൈക്ക് ദിസ് അല്ലേ? ലൈക്ക് ദിസ്. ഈ സൈഡാണ് നമ്മളെ ഫിക്സഡ് എൻഡ്. ദിസ് ഇസ് ദ ഫിക്സഡ് എൻഡ്. എന്നിട്ട് ഇവന്റെ കറക്റ്റ് എവിടെ കൊടുക്കുന്നുണ്ട്? ഫ്രീ എൻഡിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ലോഡ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് 2 കിലോ ന്യൂട്ടൺ. ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ബീം തന്നിട്ടുണ്ടോ? ലെങ്ത് ഓഫ് ദ ബീം ഈസ് 2 meters ആണ്. ഈ ലെങ്ത് 2 meter ആണ് എന്ന് പറയുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവന്റെ ക്രോസ് സെക്ഷൻ പറയുന്നുണ്ട്. നോക്കൂ, ദിസ് ഇസ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഡയമെൻഷൻസ് പറയുമ്പോൾ 40/60 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് വിഡ്ത്ത് ആണ്, രണ്ടാമത് പറയുന്നത് ഡെപ്ത് ആണ്. ചില ക്വസ്റ്റ്യൻസ് സ്പെസിഫൈ ചെയ്ത് പറയും, വിഡ്ത്ത് ഇത്ര, ഡെപ്ത് ഇത്ര എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ ഒന്നും പറയുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നവൻ ആരാണ്? 40. അവൻ നമ്മുടെ വിഡ്ത്ത് ആണ്. സോ ദിസ് ഇസ് 40. 60 ആരാണ്? നമ്മുടെ ഡെപ്ത് ആണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അവനെ ചൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഫൈൻഡ് ദ സ്ട്രെസ് അറ്റ് ഫെയിലിയർ. ഈ കാണിച്ചിരിക്കുന്ന ആക്ച്വൽ കാൻഡിലിവർ ബീമിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ അവിടെ വരച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തതും നിങ്ങൾ കൂടുതൽ കണ്ടും പരിചയമുള്ളത്. ഇവിടെ നമ്മൾ ഇത് വരയ്ക്കാനുള്ള കാരണം നമുക്ക് ഇവിടെ ഐ വേണം, ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ വേണം, അപ്പോൾ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻസ് വേണം. അതുകൊണ്ടാണ് ഇതും കൂടെ ഈ പറഞ്ഞ ഒരു 2 dimensional ഫിഗർ വരച്ചിരിക്കുന്നത്. ഈ സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടു പരിചയമുള്ളത്. അതുകൊണ്ട് ഞാൻ അതും വരച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഈ 2 കിലോ ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബീം ഫെയിൽ ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കോമൺ സെൻസിൽ ആലോചിച്ച് നോക്കൂ, ഈ ബീമിൽ എവിടെയായിരിക്കും ഫെയിലിയർ ഉണ്ടാകാൻ സാധ്യത? എവിടെ വെച്ചായിരിക്കും ഈ ബീം ഫെയിൽ ആകുന്നത്? വിച്ച് മീൻസ് ഈ കാണുന്ന സെക്ഷനിലോ ഇവിടെയോ 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 ഏത് സൈഡിലോ ഏത് പർട്ടിക്കുലർ സെക്ഷനിലാണ് നമ്മുടെ ബീം ഫെയിൽ ആകുന്നതാണ് എൻ്റെ ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഓയിലർ പറഞ്ഞ ബെൻഡിങ് ഇക്വേഷൻ എന്താണ്? M/I is equal to സിഗ്മ ബൈ വൈ. ഈ ബൈ ആർ വരയ്ക്കുന്നത് കാരണം യങ്സ് മോഡലിസം ക്വസ്റ്റ്യൻ പറയുന്നേ ഇല്ല. അപ്പൊ ഈ ഇക്വേഷൻ വെച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? സോൾവ് ചെയ്യാൻ പറ്റൂ. സോ ഫ്രം ഹിയർ ബെൻഡിങ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു M/I into Y. ഇതിൽ നമുക്ക് ഈ കഴിഞ്ഞ രണ്ട് പ്രോബ്ലത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ പറ്റും. ഐ നമുക്ക് ഇങ്ങനെ കണ്ടെത്താൻ പറ്റും ഫ്രം ദ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ. വൈയും എവിടെ നിന്ന് കിട്ടും? ഫ്രം ദ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ. അപ്പൊ ഈ ബെൻഡിങ് സ്ട്രെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആര് മാത്രമേ ഉള്ളൂ? ഈ കാണുന്ന M എന്ന് പറയുന്ന വാല്യൂ. വൈ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം ആണെങ്കിൽ നമുക്കറിയാം, നമുക്ക് കണ്ടെത്താൻ അറിയാം, തൊട്ടുമുന്നേ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയാത്തത്. ഇനി ഇവിടുത്തെ ഈ പ്രോബ്ലത്തിലെ പ്രശ്നക്കാരൻ ആരാണ്? ബെൻഡിങ് മൊമെന്റ് ആണ്. നമ്മുടെ ഈ ബീമിൽ എവിടെയാണോ ഏത് ലൊക്കേഷനിലാണോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാകുന്നത് അവിടെയായിരിക്കും മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാകുന്നതും അവിടെയായിരിക്കും നമ്മുടെ ബീം ഫെയിൽ ആകുന്നത്. ഞാൻ SFD ബീമിന്റെ പഠിപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാൻഡിലിവർ ബീമിൽ എല്ലായ്പ്പോഴും മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാകുന്ന സ്ഥലം എവിടെയാണ്? ഈ കാണുന്ന ഫിക്സഡ് ആയിട്ടുള്ള എൻഡിലാണ്. സോ ദിസ് ഈസ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ. വിച്ച് മീൻസ് ഈ ബീമിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാകുന്ന സ്ഥലം ഫിക്സഡ് എൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫിക്സഡ് എൻഡിൽ വെച്ച് തന്നെ ആയിരിക്കും ഈ ബീം ഫെയിൽ ആകാനുള്ള സാധനം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ ഞാൻ പേര് കൊടുത്തു, ലെറ്റ് ഇറ്റ് ബി A, B. We have to find out the bending moment at A, section A. അവനാണ് നമ്മൾ ഈ കാണുന്ന ഫിഗറിലെ ഏറ്റവും മാക്സിമം ബെൻഡിങ് മൊമെന്റ്. അവിടെ വെച്ചായിരിക്കും നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഫെയിൽ ആകുന്നത്. സിമ്പിൾ ആണ്. ഏത് റൈറ്റ് സൈഡ് നോക്കുക, ഒരേ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ആരാണ് അവൻ? 2 കിലോ ന്യൂട്ടൺ. എത്ര ഡിസ്റ്റൻസ് പറയുന്നത്? 2 meter. ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ബെൻഡിങ് മൊമെന്റ് ഡേ ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലോട്ട് നോക്കുക, ഒരൊറ്റ ഫോഴ്സ് 2 into 2, ദാറ്റ് ഈസ് 2 into 2 4 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. ആരെന്ന് പറയുന്നത്? നമ്മുടെ ഈ തന്നിരിക്കുന്ന ഗിവൺ കാൻഡിലിവർ ബീമിൽ ഉണ്ടാകുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ. അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ആൻസർ കിട്ടും. ബാക്കി ആരൊക്കെ നമുക്ക് വേണം? ഐ വേണം. ഐ എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഫ്രം ദ ക്രോസ് സെക്ഷണൽ ഡയമെൻഷനിലൂടെ ഐ കണ്ടെത്താൻ പറ്റും. എവിടെയാണ് ന്യൂട്രൽ ആക്സസ്? ഈ കാണുന്ന റെക്ടാങ്കുലർ ക്രോസ് സെക്ഷന്റെ എക്സാക്ട് സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ആക്സസ് ആണ് ആര്? ന്യൂട്രൽ ആക്സസ്. അപ്പൊ ഈ ന്യൂട്രൽ ആക്സിസ് വെച്ചാണ് നമ്മൾ എന്ത് കണ്ടെത്താൻ പോകുന്നത്? ഐ കണ്ടെത്താൻ പോകുന്നത്. അപ്പൊ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? പാരലൽ ഇൻറ്റു പെർപെൻഡിക്കുലർ ക്യൂബിറ്റുകൾ. ഈ ന്യൂട്രൽ ആക്സിസിന് പാരലൽ ആരാണ്? 40. പെർപെൻഡിക്കുലർ ആരാണ്? 60. ദാറ്റ് ഈസ് 40 into
60 cube by 12 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ ഐ ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻ മില്ലിമീറ്റർ. ഇനി എങ്ങനെ കണ്ടെത്താം വൈ? കാരണം ഈ കാണുന്ന ബെൻഡിങ്സ് എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. കാരണം അവിടെ എന്താവത്തുള്ളൂ? ഫെയിൽ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദിസ് വൈ ഷുഡ് ബി മാക്സിമം, ദിസ് എം ഷുഡ് ബി മാക്സിമം. വൈ മാക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ വൈ മാക്സ് എന്ന് പറയുന്നത്? നമ്മുടെ ന്യൂട്രൽ ആക്സിൽ നിന്ന് എക്സ്ട്രീമോസ്റ്റ് ഫൈബർ വരെയുള്ള ദൂരം. ഈ ന്യൂട്രൽ ആക്സിന് എക്സ്ട്രീമോസ്റ്റ് ഫൈബർ വരെ ദൂരം എന്ന് പറഞ്ഞാൽ 60 നേരെ ഹാഫ് അല്ലേ? ദാറ്റ് ഈസ് 60/2 ആയ 30 mm ആണ് ആരെന്ന് പറയപ്പെടുന്നത്? വൈ മാക്സ്. സോ നമുക്ക് എല്ലാം കിട്ടി. ഐയുടെ വാല്യൂ എത്രയാണ്? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഐ ഹിയർ? 72 × 10⁴ ആണ് ഐയുടെ വാല്യൂ. 72 × 10⁴ millimeter raised to 4 ആണ് ആരെന്ന് പറയപ്പെടുന്നത്? ഐ. സോ എല്ലാം കിട്ടിയ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാക്സിമം ബെൻഡിങ് മൊമെന്റ് യൂണിറ്റ് ശ്രദ്ധിച്ചോളണേ, 4 kN/m. സോ കിലോന്യൂട്ടൺ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ആദ്യം കിലോന്യൂട്ടൺ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ന്യൂട്ടൺ. സോ ഇനി 10⁻3 ന്യൂട്ടണിലാക്കാൻ 10⁻3 കൊടുത്തു. ഇനി അവിടെ ആര് കിടപ്പുണ്ട്? ഒരു മീറ്റർ കിടപ്പില്ലേ? ആ മീറ്ററിനെ മില്ലിമീറ്ററിലാക്കാൻ എന്ത് ചെയ്യണം? അഗെയിൻ 10⁻3 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ബെൻഡിങ് മൊമെന്റ് എന്തിലോട്ട് മാറി? ഞാൻ യൂണിറ്റോടെ ഇത് പറഞ്ഞു പോകാം. ബെൻഡിങ് മൊമെന്റ് ന്യൂട്ടൺ മില്ലിമീറ്ററിലോട്ട് മാറിയിട്ടുണ്ട്. ഡിവൈഡ് ബൈ ഐ. വാട്ട് ഈസ് ഐ? 72 × 10⁻4. അവനും എന്തിലാണ്? millimeter raised to 4 ഇൻറ്റു വൈ മാക്സ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വൈ മാക്സ്? 30 mm. 30 mm. നോക്കൂ നിങ്ങൾ, ന്യൂട്ടൺ മില്ലിമീറ്റർ, മുകളിൽ 2 mm ഉണ്ട്, ഡിനോമിനേറ്ററിൽ millimeter raised to 4 ഉണ്ട്. അപ്പൊ എന്ത് യൂണിറ്റ് നോക്കൂ, കട്ട് ചെയ്ത് പോകുമ്പോൾ എന്ത് കിട്ടും നോക്കൂ നിങ്ങൾ. നമുക്ക് ഈ മില്ലിമീറ്ററും ഈ മില്ലിമീറ്ററും കട്ട് ചെയ്ത് പോയിട്ട് ഇവിടുത്തെ 2 mm പോയി അത് സ്ക്വയർ ആയി മാറിയ. സോ Nm² നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ സ്ട്രെസ് കിട്ടും. എത്ര വാല്യൂ എന്ന് പറയപ്പെടുന്നത്? 166.67 Nm², അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? മെഗാ പാസ്കൽ എന്ന് വിളിക്കാം. ഇതാണ് നമ്മുടെ ഈ തന്നിരിക്കുന്ന ഗിവൻ കാന്റിലിവർ ബീമിൽ ഉണ്ടാകുന്ന മാക്സിമം ബെൻഡിങ് സ്ട്രെസ്. അവിടെ വെച്ച് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആ ബീം ഫെയിൽ ആകത്തുള്ളൂ. ക്ലിയർ ആയോ? എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇതുപോലുള്ള പ്രോബ്ലംസ് ആണ്. ഇത്രയും സിമ്പിൾ ആകാൻ സാധ്യതയില്ല. കാരണം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് പറയും. ഈ ബീം, ഒരു ഗിവൻ ബീം തന്നിട്ട് പറയും ഫൈൻഡ് ദ മാക്സിമം ബെൻഡിങ് സ്ട്രെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ SFD BMD വരച്ച് കണ്ടുപിടിക്കുന്നത് പോലെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആ ഗിവൺ ബീമിൽ നിന്ന് കണ്ടെത്തണം. ആ ബെൻഡിങ് മൊമെന്റ് നിങ്ങൾ ഇവിടെ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. തൊട്ട് മുന്നേ പഠിപ്പിച്ച മറ്റേ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഹാവിങ് എ പോയിന്റ് ലോഡഡ് സെന്റർ എന്ന് പറഞ്ഞ് നമുക്കറിയാം അവന്റെ സെന്ററിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ചില പ്രോബ്ലത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒറ്റ നോട്ടത്തിൽ എവിടെയാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് കണ്ടെത്താൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെയും കണ്ടെത്താൻ പറ്റും. സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. കാന്റിലിവർ ബീമിൽ എല്ലായ്പ്പോഴും എവിടെയാണ്? ഫിക്സഡ് എൻഡിലാണ്. പക്ഷേ ഇതിനിടയിൽ എവിടെയെങ്കിലുമാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാകുന്നതെങ്കിലോ ആ ലൊക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തി അവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടെത്തിയിട്ട് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? നമുക്ക് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് കിട്ടത്തുള്ളൂ. നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, സോ ഈ പ്രോബ്ലം ക്ലിയർ ആയല്ലോ. അടുത്തതിലേക്ക് പോവാം.